ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. ഒരു റിസർച്ച് സ്റ്റുഡൻറ്റിൻ്റെ ഒരു റാൻഡം ഡേ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ റിസർച്ച് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ PhD ചെയ്യുന്നത് കെമിസ്ട്രിയിലാണ്. അപ്പോൾ ഈ ലാബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളെ, അതായത് പലരും ചോദിക്കാറുണ്ട് ഇന്ന് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിന് പോയോ, ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്ലാസ്സിലിരുന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ പഠിക്കുകയല്ല. ഈ അക്കാഡമിക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. പക്ഷെ സാധാരണ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ ഇന്ന് ക്ലാസ്സിന് പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. നമ്മളങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ നമ്മൾ PhD സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ ഓരോ ഡേയും ഓരോ പോലെ ആയിരിക്കും. അപ്പം ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലായിടത്തും ക്യാമറയും കൊണ്ട് പോകാനൊന്നും പറ്റില്ല, പക്ഷെ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എനിക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എനിക്ക് രാവിലെ ഒരു പ്രൊഫസറുമായിട്ടൊരു മീറ്റ് ഉണ്ട്. മസാരിക് യൂണിവേഴ്സിറ്റി എന്ന് പറയും, എറണാകുളത്തെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ രണ്ടാമത്തത്, സെയ്ടെക്കിൽ ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയ്ടെക്കിൽ ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെൻസും ഉണ്ട് കേട്ടോ, ഈ റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പോകും. അപ്പം അതിൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചതും അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ പരിപാടി നമുക്ക് 10 മണിക്ക് പ്രൊഫസറെ മീറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാൻ മസാരിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുകയാണ്. മസാരിക് യൂണിവേഴ്സിറ്റി നമുക്ക് നടന്നെത്താവുന്ന ദൂരത്തിലാണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ്. അതായത് നമ്മൾ കാണാൻ പോകുന്ന പ്രൊഫസർ ഇവിടുത്തെ ഒരു ബയോ ഫിസിസിസ്റ്റാണ്. നമ്മുടെ റിസർച്ച് ഗ്രൂപ്പും ഈ പ്രൊഫസറും തമ്മിൽ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രൊഫസറെ കാണാൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഡിസ്കഷൻസും ചില മെഷർമെൻറ്റ്സും ഒക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഞാനൊരു 10 മിനിറ്റ് മുന്നേ തന്നെ അവിടെ കറക്റ്റായിട്ട് എത്തി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മീറ്റിംഗ് 10 o'clock പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പ്രൊഫസർക്ക് ഒരു അർജൻറ്റായിട്ടൊരു കാര്യം കൊണ്ട് 10:30 ഇതാക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, ഞാൻ അവിടെ തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ 10:30 വരെ നമുക്ക് അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഇവിടെ മസാരിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സ് വരെയുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഓരോ സീസണിലും ഇത് ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ബെറീസും ഫ്ലവേഴ്സും ഒക്കെ ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ 10:30 ആവുന്നത് വരെ ഇവിടെ എന്തായാലും നമ്മൾ ഇരിക്കണമല്ലോ, അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മസാരിക് യൂണിവേഴ്സിറ്റിയിലെ ബൊട്ടാണിക് ഗാർഡൻ. ഇത് യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ എന്നൊന്നുമില്ല, പബ്ലിക്കിനും വന്ന് കാണാനൊക്കെ പറ്റും. ഇവിടെ കുറേ പേര് വന്നിരിക്കാറും ബുക്സ് വായിക്കാറും അങ്ങനെ കുട്ടികളൊക്കെ വരാറുണ്ട്. പിന്നെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സും ബെറീസും അതേപോലെ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ തന്നെ എൻ്റെ മോനെയായിട്ട് 1-2 തവണയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കണ്ണൻ അവൻ്റെ കിൻഡർ ഗാർഡനും ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കൂടെ പ്ലാന്റ്സിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വിവാദ അരളിയില്ലേ, ഇത് കഴിച്ചിട്ടൊരു കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ആ അരളിയുടെ ഒരു വേറെ ടൈപ്പാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. കുറച്ച് നല്ലോണം ലെയറായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരും സയൻറ്റിഫിക് നെയിമൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഒരു കാലത്ത് ഭയങ്കര ക്രേസായിരുന്നു ഈ സയൻറ്റിഫിക് നെയിം പഠിച്ചിട്ട്, ഇങ്ങനെ എന്ത് കാണുമ്പോഴും അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ പറയല്. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ എല്ലാം മറന്നു പോയിട്ട്. നല്ല മണമുണ്ട്. ഇതാണ് ലില്ലി എന്ന് തോന്നുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് സത്യത്തിൽ ഇത്രയും വെറൈറ്റി നമുക്ക് കാണാൻ പറ്റണം കേട്ടോ. എന്നാൽ തന്നെ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ ഈ ഗാർഡനിൽ മൊത്തം ഫ്ലവേഴ്സും സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് 10:30 വരെയല്ലേ സമയമുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-20-25 ആകുമ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിലേക്ക് പോവുമല്ലോ. അപ്പോൾ അതുവരെയുള്ള കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തോ ഒരു ബെറിയാണ്, നല്ല ഭംഗിയുണ്ട്, അങ്ങനെ തുടുത്തിരിക്കണം. നിങ്ങൾക്ക് ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം. നമ്മുടെ ചെമ്പരത്തിയാണത്. ഇവിടെ സമ്മറിൽ ചെമ്പരത്തി വിരിയണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോട്ടോ. പല കളറ്, പർപ്പിളും വൈറ്റും ഒക്കെയാണ് കോമൺ. അതിങ്ങനെ എന്തെന്നാ പറയുക, അങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ പൂക്കുക പറയില്ലേ, അങ്ങനെ പൂത്തിട്ടുണ്ടാവും. റോസും അതെ, ചെമ്പരത്തി അതെ. ഇതിപ്പോൾ ഗാർഡനിൽ മാത്രമല്ല, അല്ലാതെ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലും അതേപോലെ ചില ഫ്ലാറ്റിൻ്റെ ഒക്കെ ബാക്ക് യാർഡിലും ഒക്കെ ചെമ്പരത്തി ഭയങ്കര കോമൺ ആണ് സമ്മറിൽ. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നോ ഇതൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്. ഈ പൂവൊക്കെ എൻ്റെ കൈൻ്റെ ഇത്ര വലിപ്പമുണ്ട് കേട്ടോ. വലിയ പൂക്കളാണ്.
ഈ ഗാർഡന് ഭയങ്കര ഒരു ഹിസ്റ്ററി ഉണ്ട്. അതെന്താണെന്നുള്ളത്, അതേപോലെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാനിതിന് മുന്നത്തെ നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ കാണാം കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ. ഇത് ഓറഞ്ചാണ്, കുഞ്ഞി ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നാരങ്ങ ഉണ്ടോ, നാരങ്ങ പക്ഷേ ഇതിന് താഴേക്കല്ല നിൽക്കുന്നത്, ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. ഇതിൽ വേറെ നാരങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടായി വരുന്നൊരു കുഞ്ഞി നാരങ്ങ ഇതാ, ഓറഞ്ച് കളറ്. ഓറഞ്ച് ഇത് ഇതിനകത്തുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കണ്ണൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണത്, വീനസ് ഫ്ലൈ ട്രാപ്പ്. അത് മാത്രമല്ല ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയയാണ്. കണ്ണൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇതിങ്ങനെ നോക്കും. ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ പുതിയതായിരിക്കും. ഇവരിങ്ങനെ എപ്പോഴും നന്നായിട്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് എപ്പോഴും അടിപൊളിയാക്കി ഇടാറ്. ഈ കുളത്തിൽ നിറയെ ഗോൾഡൻ ഫിഷ് ഉണ്ട്. പക്ഷെ വെള്ളം അത്ര ക്ലിയർ അല്ല. അതുപോലെ താമരയൊക്കെ ഇല്ലേ, ഒറിജിനലാട്ടോ, പക്ഷെ പ്ലാസ്റ്റിക് പോലെ ഒരു തിളക്കാക്കി. ഒറിജിനൽ താമരയാണ് അത് കേട്ടോ. താമരയാണോ അമ്പലാണോ? അമ്പോ അവിടെ ആക്കട്ടോ. ഗോൾഡൻ ഫിഷൊക്കെ നല്ല വലുപ്പമുണ്ട്. ഇവിടെ ഒരു താമരയുടെ മുട്ടൊക്കെ വിരിയുന്നുണ്ട്. ഇവിടെ വേറൊരു പോണ്ടുണ്ട്. ഇത് ഈ ഗാർഡനിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. കാരണം ഓൾമോസ്റ്റ് 10:20 ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതേ വന്ന വഴി തിരിച്ചങ്ങ് പോയേക്കാം. പ്രൊഫസർ 10:30 പറഞ്ഞിരിക്കണം മീറ്റിംഗ്. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തിയിട്ട് പ്രൊഫസർക്ക് റിങ് ചെയ്തു. അങ്ങനെ പിന്നെ ഈ ഡിസ്കഷനൊന്നും നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ മസാരിക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് പോകുന്നതും അങ്ങനത്തെ ഉള്ളിലത്തെ സ്ട്രക്ചറും അത്രയൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ലഞ്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്കൊരു മെഷർമെൻറ്റിന് പോകാമെന്ന് ആദ്യം പറഞ്ഞല്ലോ. പക്ഷേ ഈ ഡിസ്കഷനിലുള്ള ലീഡ്സ് വെച്ചിട്ട് ഇന്ന് എനിക്ക് വേറൊരു മെഷർമെൻറ്റും കൂടെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മൾ കണ്ട റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോഴും ഒക്കെയാണ് നമുക്ക് പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തിരുത്തേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കൊടുത്ത സാമ്പിൾസൊക്കെ തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് 2:30 XRD ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ആയിട്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പിയും കൂടെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അവൈലബിലിറ്റിയും എല്ലാം കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് സൈടെക്കിൻ്റെ ബുക്കിംഗ് സിസ്റ്റം ഒരു ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ ഐഡിയും പാസ്വേഡും മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ബുക്കിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്സസ് ഉള്ള എല്ലാ ഇൻസ്ട്രുമെൻസും ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എപ്പോഴാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിയാനും അതേപോലെ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ബുക്ക് ചെയ്യാനും പറ്റും. ഞാൻ ബുക്കിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് ഇന്നിപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി എപ്പോഴാണ് ഒഴിവ് നോക്കി. അപ്പോൾ കറക്റ്റ് ഒരു കുറഞ്ഞ ടൈമിൽ, അതായത് 1 to 2:30 ഒഴിവുണ്ടായിരുന്നു സ്ലോട്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വേഗം അങ്ങ് ബുക്ക് ചെയ്തു. 2 o'clock ഞാൻ XRD ബുക്ക് ചെയ്തിരുന്നത് 2:30 മാറ്റുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കണം. കാരണം അത്രയും സമയം ഇൻസ്ട്രുമെൻറ്റ് ഫ്രീ ആണെങ്കിൽ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് മുളകൂഷ്യം എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുക. അതായത് പരിപ്പിട്ട് വേവിച്ചൊരു കറിയും ചെമ്മീൻ ഫ്രൈയും ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ സൈടെക്കിലേക്ക് ഇറങ്ങുക. സൈടെക്കിലേക്ക് നമ്മൾ നടന്നിട്ടല്ല, ട്രാമിൽ തന്നെ പോകണം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില്ലേ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആ ഗ്രില്ലിട്ടതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള ഒരു എൻട്രിയാണ് ട്രാം സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രാം കയറുക. അധികം ദൂരമൊന്നുമില്ല. അതിൽ കാണിക്കുന്നുണ്ട് 12:49 ഞാൻ കറക്റ്റായിട്ട് ഏകദേശം അവിടെ എത്തി. അപ്പോൾ 1 മണിക്കാണല്ലോ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ബുക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ സൈടെക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിസർച്ച് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ ചെയ്യാനോ നമ്മൾ ഉണ്ടാക്കിയ സാമ്പിൾസിൻ്റെ ക്യാരക്ടറൈസേഷൻ ചെയ്യാനൊന്നും പുറത്തേക്കൊന്നും
അയക്കേണ്ട ആവശ്യമില്ല. ഒരുവിധ ഇൻസ്ട്രുമെൻസൊക്കെ ഇവിടെ സൈടെക് നാനോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹാൻഡ് ഓൺ സെഷൻ നമ്മൾ ചെയ്യണം. അതായത് ആ ട്രെയിനിങ് തന്ന ആളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് ഇത് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എന്ത് തരും, അതിനുള്ള ആക്സസ് തരും. അപ്പോൾ അവർക്ക് വേണ്ടതൊരു ഉറപ്പാണ് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് കേടൊന്നും വരുത്തില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആക്സസ് കിട്ടിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ നേരത്തെ കാണിച്ച ബുക്കിംഗ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനുള്ളത് ലേഡീസ് ലോക്കർ റൂമിലാണ്. അപ്പോൾ നമ്മുടെ ലാബ് ഷൂസ് ആദ്യം ചേഞ്ച് ചെയ്യണം. ഈ ഇതിനപ്പുറത്തേക്ക് ലാബ് ഷൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമുക്കിവിടെ ലാബ് ഷൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ഷൂ കവർ നമ്മുടെ ഓൾറെഡി ഉള്ള ഷൂവിൽ കവർ ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലാബ് ഷൂ ഇവിടെ തന്നെ പേരൊക്കെ എഴുതിയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവിടെ വരുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ക്ലീൻ റൂം ഏരിയയിലേക്കാണ്. ക്ലീൻ റൂമിൽ കയറുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ് കേട്ടോ. നമ്മൾ സാധാരണ കെമിക്കൽ ലബോറട്ടറിയിൽ കയറുന്ന പോലെ നമ്മൾ ഗോഗിൾസും അതേപോലെ ലാബ് കോട്ടും ലാബ് ഷൂസും ഒന്നും മാത്രം പോലെ നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്തിട്ടുണ്ടാവണം, ഇൻക്ലൂഡിങ് നമ്മുടെ ഹെയർ. പിന്നെ ഓർഗാനിക് പേപ്പർ, അതായത് നമ്മുടെ നോർമൽ ബുക്ക് പേപ്പർ, ഇതൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. പകരം നമുക്കൊരു ക്ലീൻ ബുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്ലീൻ ബുക്കും ലാബ് കോട്ടും അതേപോലെ ലാബ് ഷൂസും എല്ലാം നമുക്ക് സൈടെക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മളൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഷെയ്ഡ് ക്ലോത്ത്സ് ഉണ്ടായിരിക്കും അതിനകത്ത്. അതൊന്ന് നമ്മൾ നമ്മുടെ സൈസിനുള്ള ഒരു കോട്ട് യൂസ് ചെയ്യുക. അവരത് വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. എന്നിട്ട് നമ്മളിതാ ഇൻക്ലൂഡിങ് നമ്മൾ ഹെയറൊക്കെ ക്യാപ്പൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ക്ലീൻ ബുക്ക് ആണെങ്കിലും സാമ്പിൾ ആണെങ്കിലും എന്തൊക്കെ അകത്ത് കയറ്റണോ അതൊക്കെ അവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇതാണ് സൈടെക്കിലെ രാമൻ സ്പെക്ട്രോമീറ്റർ. അടുത്ത 1.5 അവർ നമ്മളാണത് ബുക്ക് ചെയ്തിരിക്കണം എന്നുള്ളതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ ഒരു മാനുവൽ വെച്ചിട്ടുണ്ടാവും എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടുത്ത്. അതായത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞു. അതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി കോട്ടും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ഇതേപോലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം കാർഡ് വെച്ചിട്ട്, ആക്സസ് കാർഡ് വെച്ചിട്ട്. കാരണം എന്തെങ്കിലും ഫയറോ ആക്സിഡൻസോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ അകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ഇവാക്യുവേഷൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. തിരിച്ച് നമ്മൾ ലോക്കർ റൂമിൽ തന്നെയാണ് എത്തിയത്. കാരണം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ലാബ് ഷൂസൊക്കെ മാറ്റി നമ്മുടെ നോർമൽ ഷൂസൊക്കെ ഇടണം. പിന്നെ ഇനി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് അത് ഈ ക്ലീൻ റൂമിൽ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. സൈടെക്കിനകത്ത് തന്നെ വേറൊരു ബിൽഡിങ്ങിലാണ്. നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴി ഈസി ആയിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് പോകാൻ പറ്റും. അവിടെ നമുക്ക് ഷൂ കവർ യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. അല്ലാതെ ലാബ് കോട്ടോ അല്ലെങ്കിൽ മറ്റേ ലാബ് ഷൂസോ ഒന്നും നിർബന്ധമില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് എക്സാഡി അഥവാ എക്സ്റേ ഡൈഫ്രാക്ടോമീറ്റർ എന്ന് പറയും. അപ്പോൾ അതിൽ റിഗാക്കു 3 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പിറകിലുള്ളത് റിഗാക്കു 9 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ അത് ഞാൻ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതിൽ നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തൊട്ടടുത്തുള്ള ഒരു ലാബിൽ കയറണം. ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് എൻ്റെ സാമ്പിൾസ് ഒരു ചെറിയ ട്യൂബിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും തൊടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് എക്സാഡിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ റിസൾട്ടൊന്നും ഇന്ന് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ദർ ഇസ് നോ സയൻസ് വിത്തൗട്ട് എക്സ്പെരിമെൻ്റ് എന്നാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ സിന്തസിസുകൾ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി എന്തെങ്കിലും പുതിയ സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു PhD സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റിസർച്ചറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 to 5 സെയിം ഒരു റുട്ടീൻ ആയിരിക്കില്ല. ഡെയിലി പുതിയ പുതിയ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു PhD അല്ലെങ്കിൽ ഒരു റിസർച്ച് ലൈഫിൻ്റെ ഒരു ത്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ കണ്ണനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ണൻ്റെ കിൻഡർഗാർട്ടൻ സൈടെക്കിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. കാരണം 2 പേരും ഇന്ന് സൈടെക്കിലുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ആരാണോ വർക്ക് ഫസ്റ്റ് കഴിയുന്നത് അല്ലെങ്കിൽ കണ്ണൻ്റെ സ്കൂൾ കഴിയുന്ന സമയത്തേക്ക് ഫ്രീ ആവുന്നത് അവർ കണ്ണനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വർക്ക് പ്ലേസിന് അടുത്ത് തന്നെ കിൻഡർഗാർട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതും വലിയൊരു ഗുണമാണ്. അപ്പോൾ ഇനി നമ്മളിതേ അവിടെ ചെന്നു, ടീച്ചറെ കണ്ടു, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊന്നും നമ്മൾ പറഞ്ഞ പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മൾ കണ്ണൻ്റെ ആ ചെരുപ്പൊക്കെ മാറ്റിയിട്ട് കണ്ണനെയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. കാരണം അമ്മ ബ്ലോഗ് ചെയ്യാം. മാറ്റി ഇതിൽ കണ്ണൻ്റെ അത് കണ്ണൻ്റെ അല്ലേ അല്ലേ? കണ്ണനാണ്. ശന്തനുവിൻ്റെ വേറൊരു ആക്ടിവിറ്റി കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഈ വീക്കിൽ ശന്തനു ചെയ്തത്. കാസൽ ശന്തനു ജീവിക്കുന്നത് വണ്ടർലാൻഡിലല്ല. നമ്മുടെ ലൈഫ് തന്നെ ഒരു വണ്ടർലാൻഡല്ല.
ബാഗ് എടുക്കൂ, തൊപ്പി എടുക്കൂ, പെട്ടെന്നാവട്ടെ. ഗ്ലാസ് വേണമെങ്കിൽ വെച്ചോളൂ, വെയിലുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഏകദേശം അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയാൽ വീട്ടിലേക്ക് വീഡിയോ കോള്, പിന്നെ അതേപോലെ കുക്കിംഗ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അതൊന്നും എടുക്കാനുള്ളൊരു ക്ഷമയില്ല. അപ്പോൾ എന്തായാലും വർക്കിംഗ് ഡേ കഴിഞ്ഞല്ലോ. അതൊക്കെയാണ് നമ്മുടെ ഒരു യൂഷ്വൽ ഡേ. പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഡേ കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഓക്കെ ഇന്ന് സ്കെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം കഴിഞ്ഞു, എക്സ്ട്രാ എന്തെല്ലാം ചെയ്യേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ പറ്റും. കാരണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ബൈ ബൈ പറഞ്ഞു.